പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതീം അഷ്ടദശാധ്യായിനി അംബ ത്വാമനുസന്ധതാം ഭഗവതി ഭവദ്വേഷിണി. നാൽപ്പത്തിയാറാമത്തെ ശ്ലോകമാണ്. അപ്പൊ അങ്ങനെ വായിക്കാമോ? 46-ാമത്തെ. വായിക്കാം സാറേ. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. കേൾക്കാമല്ലോ സാറേ? കേൾക്കാം. സർവത്ര ജലം നിറഞ്ഞിരിക്കെ കുളം, കിണർ തുടങ്ങിയ ചെറിയ ജലാശയങ്ങൾ കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ട് ബ്രഹ്മജ്ഞാനി. സർവവേദങ്ങളെ കൊണ്ടും അത്രത്തോളം പ്രയോജനമേ ഉള്ളൂ. സന്ദർഭോചിതമായ ഒരു സുന്ദര ദൃഷ്ടാന്തമാണിത്. സാധാരണയായി കിണറ്, കുളം തുടങ്ങിയ ജലാശയങ്ങളിൽ നിന്ന് നാം ആവശ്യത്തിന് വെള്ളം എടുക്കുന്നു. അതുപോലെ സാധകന്മാര് ജ്ഞാനത്തിന്റെ ഉറവിടമായ വേദങ്ങളെ ആശ്രയിച്ച് വേണ്ടത്ര അറിവ് സമ്പാദിക്കും. പ്രളയജലം വന്ന് സർവത്ര നിറഞ്ഞ് കിണർ, കുളം തുടങ്ങിയ ജലാശയങ്ങളെല്ലാം അതിനടിയിൽ പെട്ടുവെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങു നോക്കിയാലും വെള്ളം ആണെന്നിരിക്കെ ആവശ്യത്തിന് വെള്ളമെടുക്കാൻ പഴയ ജലാശയങ്ങളെ സമീപിക്കേണ്ടതില്ല. അതുപോലെ ആത്മജ്ഞാനം നേടി പരിപൂർണത അനുഭവിക്കുന്ന ആപ്തകാമനായ മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വേദം എന്നതിന് വേദത്തിലെ കർമ്മകാന്ഡം എന്നാണ് അർത്ഥം. കർമ്മകാന്ഡം വാഗ്ദാനം ചെയ്യുന്ന ദിവ്യഭോഗങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർത്താലും ആത്മജ്ഞാനി അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദത്തിന് അടുത്തൊന്നും എത്തില്ല. സകാമികളായ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള കർമ്മങ്ങളാണ് കർമ്മകാന്ഡം വിധിക്കുന്നത്. അങ്ങനെ ഇഹത്തിലോ പരത്തിലോ ചില സുഖങ്ങൾ അനുഭവിക്കാം. എന്നാൽ കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന ആ സുഖങ്ങളൊക്കെയും നശ്വരങ്ങളും അപൂർണങ്ങളുമാണ്. ആത്മാനുഭൂതിയിലാവട്ടെ ശാശ്വതവും പൂർണവുമായ സുഖം സ്വായത്തമായി തീരുന്നു. അതിനാൽ ജ്ഞാനി വൈദിക കർമ്മങ്ങളെ ആശ്രയിക്കുകയില്ല. വ്യാസ ഭഗവാൻ കർമ്മകാന്ഡത്തെ നിന്ദിക്കുകയാണെന്ന് ധരിച്ചു പോകരുത്. വൈദിക കർമ്മങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പുണ്യലോക പ്രാപ്തിയാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്ന മാർഗത്തെ ലക്ഷ്യമാക്കി തെറ്റിദ്ധരിക്കുന്ന മൂഢരെ ഉദ്ബുദ്ധരാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുകയാണെങ്കിൽ സാധകന് ചിത്തശുദ്ധി കൈവരിക്കാം. വിവേക വിചാരം ചെയ്യാനുള്ള കഴിവ് അതുകൊണ്ടുണ്ടാകും. അപ്പോൾ സത്യം കാണാൻ കഴിയും. എങ്ങും നിറഞ്ഞ് എല്ലാമായി വിരാജിക്കുന്ന പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ച് പരിപൂർണത അനുഭവിക്കുന്ന ബ്രഹ്മജ്ഞാനിക്ക് വൈദിക കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കാവുന്ന നശ്വര സുഖാനുഭവങ്ങളിൽ താല്പര്യമുണ്ടാവുന്നത് എങ്ങനെ? വേദങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ലക്ഷ്യം ശുദ്ധജ്ഞാനമാണ്. അതുതന്നെ ആത്മസ്വരൂപം. പരിമിതനായ ജീവൻ ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത നേടുന്നതുവരെ വേദത്തെ ആശ്രയിക്കുന്നു. അപരിമേയനായ പരമാത്മാവാണ് താനെന്ന സത്യം സാക്ഷാത്കരിക്കുന്നതോടെ അയാളുടെ പരിമിതികൾ നീങ്ങുന്നു. വേദത്തെ പോലും അനുഗ്രഹിക്കാൻ അയാൾ ശക്തനായി തീരുന്നു. താഴ്ന്ന ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ ഗുണകോഷ്ഠം ഉരുവിട്ട് പഠിക്കാറുണ്ട്. അത് അത്യാവശ്യവുമാണ്. എന്നാൽ ഉന്നത ഗണിതത്തിൽ ബിരുദമെടുത്ത ശേഷവും ഗുണകോഷ്ഠം ഉരുവിടുന്നു. ഈ ഒരു ശ്ലോകത്തില് നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ട് ഒരു ജ്ഞാനിയുടെ ഒരു കാര്യം പറയുക. ഈ പാരമാർത്ഥിക സത്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് ആത്മജ്ഞാനത്തിലോട്ട് ഇരിക്കുന്ന ഒരു ബ്രഹ്മത്തിൽ ജ്ഞാനനിഷ്ഠ ഉറച്ച ഒരു ആൾക്ക് ഈ വേദങ്ങളെ കൊണ്ട്, നമുക്കാണ് ഈ വേദങ്ങളെ കൊണ്ടുള്ള ഉപയോഗം. അല്ല, ഒരു വൺസ് നമ്മൾ ഈ ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാലോ ഈ വേദത്തിന് പ്രസക്തി ഇല്ലെന്ന് പറയുക. കാരണം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഈ കിണറും കുളവും ഒക്കെ നമ്മൾ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് നമ്മളൊരു ഇതെല്ലാം വെള്ളപ്പൊക്കം കയറി ഇതെല്ലാം നിറഞ്ഞു തുളുമ്പി ഈ കിണറും തടാകവും ഒന്നും കാണാത്ത പോലെ എല്ലാം മൊത്തം വെള്ളമാണെങ്കിൽ ഓരോ കിണറിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. മൊത്തം
അറിവായി കഴിഞ്ഞു, ആ ജലമായി കഴിഞ്ഞു. നമുക്ക് പിന്നെ ആ ജലം എടുക്കാൻ ഇതിന്റെ ഓരോന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബ്രഹ്മജ്ഞാനം നേടിയ ഒരു ജ്ഞാനിക്ക്, എന്നുവെച്ചാൽ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ. പിന്നെ വേദം ഒരു നമ്മൾ പറയത്തില്ലേ, ഒരു എക്സാമ്പിൾ പറയും. ഒരു മകൻ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതി, ഈ അമ്മ ഞാൻ ഏതോ ഒരു സംഗതി എടുത്തു വെക്കണം എന്ന് പറഞ്ഞുണ്ട്. ആ ലെറ്റർ മകൻ അമ്മയ്ക്ക് ലെറ്റർ എഴുതി. ഈ ലെറ്റർ അമ്മ എവിടെയോ കളഞ്ഞു പോയി. അതിനകത്ത് മകൻ ഏതോ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏതോ ഞാൻ ഒരു കാര്യം ഒരു സംഗതി എഴുതിയിട്ടുണ്ട്, അമ്മ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിരിക്കുക. ആ ലെറ്റർ കാണുന്നില്ല. അത് നമ്മൾ ആ അമ്മ എല്ലാം തെരഞ്ഞെറിഞ്ഞ് ലെറ്റർ എടുത്ത് വായിച്ചു നോക്കി. അതിന് ഏതോ ഒരു സംഗതി വാങ്ങിച്ചു വെക്കണം എന്നുള്ള ആ ഒരു സംഗതി ആ ലെറ്റർ വായിച്ചപ്പോൾ അറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം ആ എഴുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുവോ? എന്താണ് ആ എഴുതിയിരിക്കുന്നത് ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സംഗതി എടുത്തു വെക്കണമെന്നോ ഏതോ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അത് മനസ്സിലായി. പിന്നെ ആ എഴുത്ത് കീറിക്കളയാം, കാരണം പിന്നെ ആ എഴുത്തുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ ഒരു ലാഘവത്തേ ഉള്ളൂ. നമ്മൾ ഈ വേദങ്ങൾ, ഈ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ യൂഷ്വലായിട്ട് എങ്ങനെയാ നമ്മൾ ഇതൊന്നും വായിക്കത്തില്ല. നമ്മൾ ഇതെല്ലാം കെട്ടിപ്പോയി ഇങ്ങനെ വെക്കും. നമുക്ക് ഇതൊക്കെ ഇതിനുള്ളിരിക്കുന്ന സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കത്തില്ല. ഇതെല്ലാം നമ്മൾ ഭവ്യമായിട്ട് പൊതിഞ്ഞു വെച്ച് പൂജാറുമി കൊണ്ടുവച്ച് നമ്മളിങ്ങനെ തൊഴുകയും ഭാഗവത്തിനെയും ഇതിനെല്ലാം നമ്മൾ വളരെ പുണ്യ ഗ്രന്ഥങ്ങളായിട്ട്, ആക്ച്വലായിട്ട് ഈ ഗ്രന്ഥങ്ങളെ കൊണ്ട് പാവനമായിട്ട് വെക്കുന്നതിനെക്കാട്ടിൽ ഇതിനുള്ളിലേക്ക് സത്യങ്ങളെ ഗ്രഹിച്ച് അതിനനുസരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്തി കഴിഞ്ഞാൽ ഇത് വെറും പുസ്തകമാണ്. ഇതിന് പിന്നെ ഒരു പുണ്യ ഗ്രന്ഥത്തിന് അത് ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു, അതിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു അർത്ഥമാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ആത്മസാക്ഷാത്കാരം നേടുന്നത് വരെ ഉള്ളൂ ഈ വേദങ്ങൾ നമുക്ക് പ്രയോജനം. ഇതിലൊരു പോൾ വാൾട്ട് പോലെ നമുക്ക് ഈ പോൾ വാൾട്ട് ആ ഒരു ഐറ്റം ജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ കമ്പ് കുത്തി പോൾ എടുത്തോണ്ട് പോയി അതുകൊണ്ട് ഓടിപ്പോയി കുത്തി അത് മേളിൽ ചെന്നിട്ട് അതിനെ വിടണം, എന്നിട്ട് മറ്റേ സൈഡിലോട്ട് വീഴുമ്പോഴാണ് അതിന്റെ വിജയം നേടുന്നത് എന്ന് പറയുന്ന ഒരു ആത്മസാക്ഷാത്കാരത്തില് ഈ വേദം വെച്ചാൽ അറിവാണ്. ഈ അറിവിനെ ഉൾക്കൊണ്ട് ഞാൻ ഈ വേദം വെച്ചാൽ അറിവാണ്. അതിനകത്തില് അതിങ്ങനെ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് അറിവിനെയല്ലേ, എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരം നേടാനുള്ള വിധങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അതിനകത്ത് വേദത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ കർമ്മകാണ്ഡത്തിൽ അതിന് എങ്ങനെയാണ് ഉപാസനകളിൽ കൂടെ ഈ കർമ്മകാണ്ഡത്തിൽ കൂടെ കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി വരുത്തി ഉപാസനകളിൽ കൂടെ ധ്യാനത്തിൽ കൂടെ ആത്മസാക്ഷാത്കാരം നേടണം. ഇതാണ് വേദങ്ങളിൽ പറഞ്ഞേക്കുന്നതിന്റെ രത്ന ചുരുക്കം. അപ്പൊ ഇതിലെ കൂടെ എല്ലാം സഞ്ചരിച്ച് ഇതിനെയെല്ലാം മനസ്സിലാക്കി ഉപാസന ചെയ്തെല്ലാം ധ്യാനത്തിൽ കൂടെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് പിന്നെ ഈ പുസ്തകത്തിലുള്ള അറിവ് എന്തുവാ? ഈ അറിവുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കാരണം പിന്നെ ഈ ബ്രഹ്മജ്ഞാനിയാണ് അറിവ്. ഇതിന് പോലും പിന്നെ ആധാരം ആ ബ്രഹ്മജ്ഞാനിയായി കഴിഞ്ഞു, ബ്രഹ്മത്തിലോട്ട് ലയിച്ചു കഴിഞ്ഞു. ആ ജ്ഞാനിക്ക് പിന്നെയും ബുക്കുകളെ കൊണ്ട് ഒരു പ്രയോജനവും. അപ്പൊ ആ ഒരു അർത്ഥം, ആ ഒരു ഇതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ കൊച്ചിലെയൊക്കെ നമ്മള് മാത്സ് പഠിക്കാൻ ഗുണനപ്പട്ടിക പഠിക്കുന്നുണ്ട്. എഞ്ചുപടി എന്ന് പറയത്തില്ലയോ, അത് നമ്മളിങ്ങനെ 1 തൊട്ട് 16 വരെയുള്ള ഇങ്ങനെ അതെല്ലാം നമ്മളിങ്ങനെ കാണാതെ പഠിക്കും. ഒന്ന് ചോദിക്കുക. അപ്പം അതെല്ലാം കാണാതെ പഠിച്ച് ആ ലോവർ ക്ലാസ്സുകളിൽ അതെല്ലാം പഠിക്കുന്നു. നമ്മളിതിങ്ങനെ ഹയർ ക്ലാസ് വന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഹയർ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലോ നമ്മൾ അന്ന് ഈ ഗുണനപ്പട്ടിക വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും ഓരോ ഗണിതങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ആ ഗുണനപ്പട്ടിക ഓർത്ത് അതിനനുസരിച്ചുള്ള ആൻസർ കിട്ടും. പക്ഷെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുവോ? അതിന്റെ ആവശ്യമില്ല. ആ നോളജ് വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ ഡെയിലി എടുത്ത് ഗുണനപ്പട്ടികയെ പഠിക്കുവോ? എഞ്ചുപടി നമ്മളിങ്ങനെ പണ്ടത്തെ എഞ്ചുപടി ഉണ്ടല്ലോ, അത് നമ്മൾ തിരിച്ച് പറയത്തില്ല, കാരണം അതിൽ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ അറിവ് കഴിഞ്ഞാൽ പിന്നെ ആ എഞ്ചുപടി ഉണ്ടെന്താ പറയുന്നത്? ആ സമയത്ത് ഇത് അറിയുന്നത് വരെ എഞ്ചുപടി അല്ലെങ്കിൽ ഗുണനപ്പട്ടിക നമ്മൾ പഠിക്കുന്നവരെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. വൺസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അത് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ആ ബുക്ക് കൊണ്ട് കാര്യമില്ല, അതെന്റെ മനസ്സിൽ അതിന്റെ അറിവായി കഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് എന്താ പറയുന്നത്? എനിക്ക് ആ ഒരു ഗ്രന്ഥം കൊണ്ട്, ആ ഒരു ബുക്ക് കൊണ്ട് എന്താണ് ഒരു ഇത് എന്ന് പറയുന്ന പോലെ ഉള്ള ഈ വേദത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഇതെല്ലാം ഈ പാരമാർത്ഥ സത്യങ്ങളെ ഇതിൽ കൂടെ അറിഞ്ഞ് ഞാൻ അത് ശ്രവണം ചെയ്ത് അതിന്റെ സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അതായി കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു അർത്ഥമാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ കർമ്മകാണ്ഡത്തിൽ പറയുന്നത്
ഈ കർമ്മത്തിൽ കൂടെ ചിത്തശുദ്ധി വരുത്തുന്നുണ്ട്. ഈ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യാഗം, യജ്ഞം തുടങ്ങിയ പൂജാതി കർമ്മങ്ങളെയാ. ആ കർമാണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമാണ്ട്. എന്തിനാണ് ഈ യജ്ഞങ്ങളും യാഗങ്ങളും ഇതൊക്കെ പൂജാവിധികളൊക്കെ? എന്റെ ചിത്തശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയാ. അപ്പം ഈ കർമ്മങ്ങൾ പറയുമ്പോഴേ അതിനൊരു കർമ്മത്തിന്റെ ഒരു ഫലമുണ്ട്, ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി. അപ്പം ഇതിന് ഈ ആഗ്രഹ നിവൃത്തി വെക്കേണ്ട ഓരോ ആഗ്രഹ നിവൃത്തി ഒന്നിലും വാസനയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ആ വാസന വെച്ചാൽ എന്തുവാ? ആഗ്രഹങ്ങളാ. അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അത് അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് വാസന. ആ വാസന അനുസരിച്ച് സ്വധർമ്മത്തിൽ പ്രവർത്തിക്കണം. അപ്പൊ അതിന് ആദ്യതട്ടിൽ ആ സ്വധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരു കുറെ പൂജാവിധികൾ, അത് ആ പൂജാവിധികൾ സങ്കല്പ വിധികളാണ്. കർമ്മകാണ്ഡത്തിൽ പറയുന്ന യാഗയജ്ഞങ്ങൾ പൂജാവിധികളെല്ലാം സങ്കല്പമാണ്. എല്ലാം നമ്മൾ ഈശ്വരാർപ്പണമായിട്ടാണ് അവിടെ ഓരോ പൂജകളും ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്നു, എന്റെ മിടുക്കിൽ ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മൾ ഓരോ സങ്കല്പങ്ങള്, മഹാവിഷ്ണുവിനെ, ദേവിക്ക്, ഗണപതിക്ക്, ഇങ്ങനെ സങ്കല്പങ്ങൾ ചെയ്ത് അർപ്പണമാണ് അവിടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പൂജ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല. അവിടെ ഒരു കളക്റ്റീവായിട്ട് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഒരു കർമ്മമാണ് നടക്കുന്നത്. പലരുടെയും ഒരു കൂട്ടായ പ്രയത്നമാണ്. അതുകൊണ്ടാണ് അന്ന് യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞം ഒരാളുടെ കോൺട്രിബ്യൂഷൻ അല്ല, പലരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോ ഈ കർമ്മത്തിൽ കൂടെ എന്റെ ആഗ്രഹ പൂർത്തീകരണം ആണെങ്കിലും ഞാൻ സമർപ്പണം ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ആ സമർപ്പണം ചെയ്ത് ആ കർമ്മ ഫലസിദ്ധി കിട്ടുമ്പോഴേ നമ്മൾ അതിനെ ഇത് സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുന്നു. അന്നൊക്കെ ഇങ്ങനെയുള്ള പൂജാവിധികളൊക്കെ പറയുമ്പോഴേ ഒരു കളക്റ്റീവ്, ഒരു നാടിന്റെ അങ്ങനെ ഒരു നാരമായിട്ടുള്ള ആയിരുന്നില്ല, സ്വാർത്ഥപരമായിട്ടുള്ളതായിരുന്നില്ല. എങ്കിൽ പോലും ആ കർമ്മഫലത്തിൽ കുടുങ്ങാതെ നമ്മൾ ഈ സമർപ്പണ ബുദ്ധിയിൽ, എല്ലാം സമർപ്പണ ബുദ്ധി, ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ പൂജാവിധികളും യജ്ഞവും യാഗവും എന്തുവായാലും സമർപ്പിച്ചുകൊണ്ട് അർപ്പണത്തോടുകൂടി അർപ്പണം ചെയ്യുക, യാഗങ്ങൾ ചെയ്യുക. യജ്ഞം ചെയ്യുക സമർപ്യാമി, ആ സമർപ്പിക്കുക. ആർക്ക്? എന്നിലോട്ടല്ല, എന്റെ ഈഗോയിലോട്ടല്ല, ഈ എന്നെ നിലനിർത്തുന്ന ശക്തി, ഈശ്വര ശക്തിയിലോട്ട് നമ്മൾ സങ്കല്പം ചെയ്ത് സമർപ്പിക്കുക. അപ്പം ഇത് ചെയ്തിട്ട് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയാണ്. ഓരോ പുത്രകാമിഷ്ട യാഗം നടത്തുന്ന വെച്ചാൽ പുത്രൻ ജനിക്കാന്, അല്ലെങ്കിൽ ദിഗ്വിജയത്തിന്, ഇങ്ങനെ ഓരോ ഫലത്തിന് വേണ്ടിയാണെങ്കിലും ഈ സങ്കല്പത്തിൽ കൂടെ, അർപ്പണത്തിൽ കൂടെ ചിത്തശുദ്ധി വരിക എന്നുള്ളതാണ് അതിന്റെ ഫലപ്രാപ്തി പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ആ കർമ്മകാണ്ഡത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന്റെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. പക്ഷേ അന്നത്തെ ആൾക്കാര് എനിക്ക് ഈ ഫലം കിട്ടും, എനിക്ക് പുത്ര സൗഭാഗ്യം ഉണ്ടാവും, രാജ്യം കിട്ടും, എനിക്ക് അല്ലെങ്കിൽ പുണ്യം കിട്ടും, പുണ്യം ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗപ്രാപ്തിയാവും. അപ്പം ജീവിതത്തിന്റെ അർത്ഥം തന്നെ ഇങ്ങനെയുള്ള യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത് അതിനെ ഒരു ലക്ഷ്യമായിട്ടും കരുതി. അതേ സമയത്ത് ഇതിനെ ഉൾപ്പെടുത്തിയിരുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ്. ഇത് താഴെ കടയിലിരുന്ന ഒരു മനസ്സിനെ ഉയർത്തി ഈ കർമ്മങ്ങളിൽ കൂടെ ചിത്തശുദ്ധി വരുത്താൻ വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതിയായിരുന്നു ഇത് ഉൾപ്പെടുത്തിയിരുന്നത്. ആ കർമ്മകാണ്ഡത്തിലുള്ള ഈ പൂജാവിധികളെ കൃഷ്ണൻ നമ്മുടെ ഇപ്പൊ ഈ കാലത്തിൽ, കലികാലത്തില് നമുക്ക് ഈ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ സ്വധർമ്മത്തിനെ ഈ യജ്ഞഭാവനയിൽ ചെയ്യണം. ഈ യാഗം നമ്മൾ എങ്ങനെയാണ് ആ യജ്ഞവും യാഗവും ഒക്കെ ചെയ്ത് എങ്ങനെ ഒരു യജ്ഞഭാവന ഉണ്ട്, കളക്റ്റീവ് എൻഡിവർ എന്ന് പറയും. എല്ലാവരും ഒരു കൂട്ടായ ഒരു സമർപ്പണമുണ്ട് അവിടെ. ആ കൂട്ടായ സമർപ്പണം, ആ പ്രിൻസിപ്പിളിലായിരിക്കണം നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്. കലികാലത്തിൽ ഓരോ മനുഷ്യരും സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഈ യജ്ഞഭാവനയിലായിരിക്കണം. അപ്പം ആ യജ്ഞഭാവനയിൽ കൂടി ഞാൻ എന്റെ സ്വധർമ്മം എന്ന് വെച്ചാൽ എന്റെ സ്വധർമ്മത്തിനെ കർമ്മമായിട്ട് ചെയ്യാതെ കർമ്മയോഗത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് ചിത്തശുദ്ധി വരും. ആ ഒരു കൺസെപ്റ്റാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ. അന്നത്തെ ആൾക്കാരെ ഈ പുണ്യത്തിലും സ്വർഗത്തിൽ കിട്ടുമെന്നുള്ളതും ആഗ്രഹ നിവൃത്തിക്കായിട്ടുള്ള ആ കർമ്മത്തിൽ കുടുങ്ങിപ്പോയി. കർമ്മത്തിൽ കുടുങ്ങിയ ലക്ഷ്യം അതാണെന്ന് വിചാരിച്ചു. ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ലക്ഷ്യപ്രാപ്തി, സ്വർഗം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹ നിവൃത്തി വരും, അതിൽ കുടുങ്ങിപ്പോയി. പക്ഷേ നമ്മുടെ മനസ്സിനെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യപ്രാപ്തി അതാണ്, അല്ലാതെ ഈ ആഗ്രഹ നിവൃത്തി അല്ല അതിന്റെ ലക്ഷ്യപ്രാപ്തി. പക്ഷേ ഈ ആഗ്രഹ നിവൃത്തിയായിട്ട് അവരെ തന്നെ തെറ്റിദ്ധരിച്ച് അതിന്റെ പുറകിൽ എല്ലാവരും കുടുങ്ങിപ്പോയി. അതിൽ നിന്ന് കരകയറ്റാനാണ് ഈ കൃഷ്ണൻ ഈ യജ്ഞഭാവനയെ നമ്മുടെ സ്വധർമ്മത്തിലോട്ട് കൂട്ടിച്ചേർത്തത്. ആ യജ്ഞഭാവന എന്ന് വെച്ചാൽ ആ പ്രിൻസിപ്പിൾ, ഒരു യജ്ഞം ചെയ്തതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? അതേ പ്രിൻസിപ്പിൾ നമ്മുടെ ഓരോ സ്വധർമ്മത്തിന്റെ ഉണ്ടാവുന്ന കർമ്മത്തിലും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ ആ കർമ്മങ്ങളെല്ലാം കർമ്മയോഗമായിട്ട് മാറും.
എന്നാലേ നമുക്ക് എന്റെ മനസ്സിന്റെ ഉയർച്ചയ്ക്കും അങ്ങനെ തദ്വാര നമുക്ക് ആത്മമുക്തിയിലോട്ടും നയിക്കാനൊക്കെ ഒത്തുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത് ഇവിടെ ഈ ഇതിനകത്തില്. അടുത്ത 47-ാമത്തെ വായിക്കാമോ? പ്രീതിക്ക് വായിക്കാമോ? സർ, ഞാൻ പുറത്തൊരു വീട്ടിലാണ്. എന്റെ അടുത്ത് ബുക്ക് കൊണ്ടുവന്നില്ല ഞാന്. ശരി ശരി. മഞ്ജുവിന് വായിക്കാമോ? ബുക്കില്ല, മറ്റേ ശിവാരവന്റെ ഗീത ചേച്ചിക്ക് വായിക്കാമോ എന്നല്ലേ? വായിക്കാം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർദുർമാതേ സംഗോസ്ത്വകർമ്മണി. കർമാചരണത്തിന് തന്നെയാണ് നിനക്കധികാരം. ഒരിക്കലും ഫലാസക്തി പാടില്ല. ഫലം കിട്ടണമെന്ന ആശയോടെ കർമ്മം ചെയ്യുന്നവനായി തീരരുത്. കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് താല്പര്യം ഉണ്ടാവരുത്. ഫലാസക്തി വെടിഞ്ഞ് അർപ്പണ ഭാവത്തോടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ജ്ഞാനനിഷ്ഠയ്ക്ക് മുന്നോടിയായി വേണ്ട ചിത്തശുദ്ധി കൈവരിക്കാമെന്ന വസ്തുതയെ ഗീതാശാസ്ത്രം ഒട്ടും നിഷേധിക്കുന്നില്ല. എന്നാൽ ഗീതയിലെ വീക്ഷണം കുറെ കൂടി വിശാലമാണ്. എന്തെന്നാൽ വൈദിക കർമ്മങ്ങളെ മാത്രമല്ല, എല്ലാ കർമ്മങ്ങളെയും അത് അംഗീകരിക്കുന്നുണ്ട്. വേദത്തിൽ കർമ്മം കൊണ്ടുദ്ദേശിക്കുന്നത് യജ്ഞയാഗാദി ക്രിയകളെയാണ്. ഗീതയിലാകട്ടെ ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തിലെ സർവ പ്രവൃത്തികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബന്ധപ്പെടാതെ മനസ്സിരുത്തി വായിച്ചാലേ ശാസ്ത്രാർത്ഥം ശരിയായി ഗ്രഹിക്കാനാവൂ. ഈ ശ്ലോകത്തിന്റെ പൊരുൾ വേണ്ട പോലെ മനസ്സിലാവാത്തവർക്ക് തോന്നും അസാധ്യമായൊരു കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന്. ദരിദ്രർ എന്നും ദരിദ്രരായി തന്നെ ഇരുന്നു കൊള്ളട്ടെ. ധനികർ ദരിദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടുമിരിക്കട്ടെ എന്ന് മതഗ്രന്ഥം തന്നെ അനുശാസിക്കുന്നതായിട്ട് വിചാരശൂന്യർക്ക് തോന്നാം. ഫലം ഉദ്ദേശിക്കാതെ കർമ്മം ചെയ്യാൻ സാധിക്കുമോ? ഇല്ലെന്ന് തന്നെ ആയിരിക്കും അവർക്ക് തോന്നുക. എന്നാൽ ഇതിലെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയോടെ കർമ്മരംഗത്തിറങ്ങി അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം ജീവിതത്തിലെ ശരിയായ നേട്ടങ്ങളുടെ രഹസ്യം ഇതാണെന്ന്. ആന്തരമായ ദിവ്യ പ്രചോദനത്തിന്റെ മാസ്മര ശക്തിയാൽ ആനന്ദ നിർവൃതിയിൽ ആറാടിക്കൊണ്ട് കർമ്മനിരതരായി ജീവിക്കുക എന്നതാണ് കൃഷ്ണൻ നിഷ്കർഷിക്കുന്ന കർമ്മയോഗത്തിന്റെ മർമ്മം എന്ന് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. ആ പാവന ജീവിത കലയെ കർമ്മയോഗ രഹസ്യത്തെ തന്നെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. വേണ്ടാത്ത ഇതിനകത്ത് ഈ കർമ്മണ്യവ അധികാരസ്ഥ എന്നുള്ള ഇത് വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നേരത്തെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സുഖദുഃഖേ ഈ 38-ാമത്തെ സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ അതോ യുദ്ധ്വായ യുജ്യസ് നൈവം പാപമാപ്സസി. ഈ ശ്ലോകത്തിന്റെ കൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഈ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലേ ഹേതുർഭവ് മാതേ സംഗോസ്ത്വ കർമ്മണി. ഇത് വളരെ നമ്മൾ ഇതിന്റെ ഈ ശ്ലോകത്തെ നമ്മൾ തിരിച്ചും നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു വളരെ നമുക്കിപ്പം അത്യാവശ്യമായിട്ട് ഇതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കർമ്മങ്ങളെ നമ്മളെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് എങ്ങനെ ചെയ്തുകൂടാന്നുമാണ് ഇത് പറയുന്നത്. നമ്മൾ കർമ്മങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. കർമ്മങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, ആ ഇതാണ് നമ്മളെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കർമാചരണത്തിൽ തന്നെയാണ് നിനക്ക് അധികാരം. നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അതിന് മാത്രമേ ഉള്ളൂ നമുക്ക് അധികാരം. ഒരിക്കലും ഫലാസക്തി പാടില്ല. ഫലാസക്തി വെച്ചാല് നമുക്ക് ആഗ്രഹം പാടില്ലെന്നുള്ളതല്ല. ആഗ്രഹം നമുക്ക് എല്ലാ മനുഷ്യനും ഉണ്ട്. സ്വധർമ്മത്തിൽ കൂടി നമ്മൾ ജന്മം കൂടി നമുക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയായി. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങൾ, എന്റെ വാസനകളാണ്. ചില ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കാനാണ് ഈ ജന്മം വന്നിരിക്കുന്നത്.
അപ്പം ആ ആഗ്രഹ നിവൃത്തി വരണം. പക്ഷേ ആഗ്രഹ നിവൃത്തിയിലോട്ട് ആസക്തി പാടില്ല. ആഗ്രഹങ്ങൾ സാധിക്കാം, പക്ഷെ ആസക്തി, അത് ഈ ഗീതയിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമാണ് ആസക്തി. നമുക്ക് ഇത് വേണം, ഇത് കിട്ടിയേ പറ്റൂ, നമുക്ക് അങ്ങനെ ഒരു ഇതാ കിട്ടണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അത് കിട്ടിയേ പറ്റൂ എന്ന് എല്ലാവർക്കും പിടിവാശിയാണ്. ഈ ഒരു നമ്മളൊരു അതാണ് ആസക്തി. ആസക്തി പിടിപെട്ടാൽ നമുക്ക് ദുരിതങ്ങളാണ്. അപ്പൊ ഒരിക്കലും ഫലാസക്തി പാടില്ല. ഫലം കിട്ടണമെന്ന ആശയോടെ കർമ്മം ചെയ്യുന്നവനായി തീരുന്നത്. അതാ ഫലം കിട്ടണം. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഇതിനകത്ത് വരുന്നുണ്ട് പാരഗ്രാഫിന്. ഏത് കർമ്മത്തിനും ഒരു ഫലമുണ്ട്. നമ്മൾ ഒരു കർമ്മം തുടങ്ങുക, ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നത് അതിന്റെ ഒരു ഫലമുണ്ട്. ആ ഫലത്തിന് വേണ്ടി ആ കർമ്മം തുടങ്ങുന്നേ. പക്ഷെ നമ്മൾ കർമ്മം തുടങ്ങിക്കഴിഞ്ഞാലോ നമ്മുടെ മനസ്സ് ആ ഫലത്തിലായിരിക്കും. എനിക്കിത് കിട്ടും, ഇത് കിട്ടണം, കിട്ടിയാൽ ഞാൻ ഇങ്ങനെ, കിട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും. ഈ ഭയാശങ്കകളും ആങ്സൈറ്റിയും ഒക്കെയാണ് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോഴേ അതിന്റെ ഫലത്തിനെ കുറിച്ചുള്ള ആകാംക്ഷയാണ് നമുക്ക്. അല്ലാതെ ആ കർമ്മം എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ളതല്ല. നമ്മുടെ മനസ്സ് ഉടനെ ഈ കർമ്മം കൊണ്ടുണ്ടാവുന്ന എന്റെ ഗുണദോഷങ്ങൾ, ഗുണമാണെങ്കിൽ എങ്ങനെ വരും, അത് ദോഷമാണെങ്കിൽ എങ്ങനെ വരും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫലത്തിൽ നമ്മൾ മനസ്സ് വെച്ച് നമ്മൾ നീറിപ്പോകുകയും ആ കർമ്മം നമുക്ക് ശരിയായിട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഫലം എങ്ങനെ വരും? ഒരു കർമ്മം ശരിയായിട്ട് ചെയ്യാതെ അതിന് ഫലം കറക്റ്റായിട്ട് വരുമോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആസ്പെക്റ്റാണ്. ഫലാസക്തി വെടിഞ്ഞ് അർപ്പണഭാവത്തോടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ജ്ഞാനനിഷ്ഠയ്ക്ക് മുന്നോടിയായി വേണ്ട ചിത്തശുദ്ധി കൈവരിക്കാമെന്ന വസ്തുതയെ ഗീതാശാസ്ത്രം ഒട്ടും നിഷേധിക്കുന്നില്ല. എന്നാൽ ഗീതയിലെ വീക്ഷണം കുറെ കൂടി വിശാലമാണ്. എന്തെന്നാൽ വൈദിക കർമ്മങ്ങളെ മാത്രമല്ല എല്ലാ കർമ്മങ്ങളെയും അത് അംഗീകരിക്കുന്നുണ്ട്. വേദത്തിൽ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാന യാഗാദി ക്രിയകളെയാണ്. ഗീതയിലാകട്ടെ ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തിലെ സർവ്വപ്രവൃത്തികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കർമ്മകാണ്ഡത്തിൽ കാര്യസിദ്ധി പൂജകളൊക്കെ ഉണ്ട്. കാര്യസിദ്ധി പൂജ, അപ്പം ഈ കാര്യസിദ്ധി പൂജ ആ കർമ്മങ്ങള് കർമാണ്ഡത്തിൽ അതാ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗീതയിൽ അതേ കർമ്മങ്ങളെ നമ്മൾ ഈ പൂജ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സ്വധർമ്മത്തിൽ വന്നേക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിലോട്ട് അതിനെ കൊണ്ടുവരിക. ആ സങ്കല്പം എന്ന് വെച്ചാല് പൂജാവിധികൾ ചെയ്യുന്ന സങ്കല്പം, യജ്ഞഭാവന നമ്മുടെ സ്വധർമ്മത്തിൽ കൊണ്ടുവരാൻ പറയുക. പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? പൂർത്തീകരണത്തിന്, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ പൂജ സമയത്ത് എങ്ങനെയാ ചെയ്യുന്നേ? അത് സമർപ്പണമാണ്. അവിടെ ഈഗോ ഇല്ല. ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടാണ് പൂജാവിധികളെല്ലാം. കർമാണ്ഡത്തിൽ പറയുന്ന യാഗവും യജ്ഞവും എല്ലാം, നമ്മുടെ ഇപ്പൊ കാണുന്ന നമ്മൾ പൂജകളും എല്ലാം സങ്കല്പമാണ്. ആ പൂജ ആർക്കാ ചെയ്യുന്നേ? എന്റെ ഈഗോയ്ക്ക് സമർപ്പിക്കുവാന്നോ? ഞാൻ എന്നിൽ ആ ഈശ്വരൻ. അപ്പൊ നമ്മളെ നിലനിർത്തുന്ന ഈശ്വരൻ എന്ന് പറയുന്നില്ല, നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന ഈശ്വരൻ. അപ്പൊ എന്തുവാട്ടെ, ആ ഈശ്വരനിലോട്ട് സമർപ്പണമാണ് പൂജ ചെയ്യുന്നത്. എല്ലാം സമർപ്പണം ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്. ഇതേ സമർപ്പണ ബുദ്ധി എന്റെ കർമ്മങ്ങളിൽ വരണം. അത് ഞാൻ ചെയ്യുന്നു, ഇതെനിക്ക് എന്റെ ഫലം വേണം, ഈ ഒരു ആസ്പെക്റ്റിലായിരിക്കരുത് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതാ പറഞ്ഞത്, ഗീതയിലെ വീക്ഷണം കുറെ കൂടി വിശാലമാണ്. എന്തെന്നാൽ വൈദിക കർമ്മങ്ങളെ മാത്രമല്ല എല്ലാ കർമ്മങ്ങളെയും അത് അംഗീകരിക്കുന്നുണ്ട്. വേദത്തിൽ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാന യാഗാദി ക്രിയയാണ്. ഗീതയിലാകട്ടെ ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തിലെ സർവ്വ പ്രവൃത്തികളെയും ഉൾപ്പെടുത്തി. അത് ഗീതയിൽ പറയുന്ന കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സ്വധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്വധർമ്മം എങ്ങനെ ആചരിച്ചാൽ നമുക്ക് മുക്തിയിലോട്ട് നീങ്ങാം. അപ്പം ഈ സ്വധർമ്മത്തിനെ നമ്മള് ആ കർമ്മമായിട്ട്, വൈദിക കർമ്മമായിട്ട്, പൂജാവിധികളുമായിട്ട് ആ ഒരു പൂജ ചെയ്യുന്ന പോലെ വേണം. അത് പൂജ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സമർപ്പണമാണ്. ഈശ്വരൻ സമർപ്പിയാമി, എല്ലാം ഈശ്വരന് സമർപ്പിക്കുവാണ്. അത് യജ്ഞഭാവനയാണ്. എനിക്ക് വേണ്ടിയല്ല, ഈശ്വരന് സമർപ്പിക്കുവാണ്. എല്ലാ ഹോമത്തിലും നമ്മൾ ആ ശക്തിയിലോട്ട്, ആ ഒരു ചൈതന്യത്തിലോട്ട് നമ്മൾ സമർപ്പിക്കുക. ഇതേപോലെ നമ്മുടെ കർമ്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പോകണം. ആ ഈശ്വര ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പൂജയുടെ കൂട്ട് വേണം. ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ കൃഷ്ണൻ ഇതിനെ കൊണ്ടുവരുന്നത്. എത്രയോ ശരിയാ. നോക്കി, നമുക്ക് എല്ലാവർക്കും പൂജ ചെയ്ത നമ്മുടെ ഇന്നത്തെ കൺസെപ്റ്റ് എന്തുവാ? പൂജ ചെയ്ത് നമുക്ക് വഴിപാടുകളൊക്കെ കഴിച്ച് നമ്മുടെ കർമ്മഫലം കൊണ്ടുവരാം. നമ്മുടെ പ്രവൃത്തികളെ ഒരു പൂജയായിട്ട് കരുതാൻ പറയുക. എന്നുവെച്ചാൽ അതിനടുത്ത് പറയും, ബന്ധപ്പെടാതെ മനസ്സിരുത്തി വായിച്ചാലേ ശാസ്ത്രാർത്ഥം ശരിയായി ഗ്രഹിക്കാനാവും. ഈ ശ്ലോകത്തിന്റെ പൊരുൾ വേണ്ടതുപോലെ മനസ്സിലാകാത്തവർക്ക് തോന്നും അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന്. ദരിദ്ര എന്നും ദരിദ്രരായി ഇരുന്നു കൊള്ളട്ടെ, ധനികർ ധനികരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് മതഗ്രന്ഥം തന്നെ അനുശാസിക്കുന്നതായിട്ട് വിചാരശൂന്യർക്ക് തോന്നാം.
ഫലം ഉദ്ദേശിക്കാതെ കർമ്മം ചെയ്യാൻ സാധിക്കുമോ? ഇല്ലെന്ന് തന്നെയായിരിക്കും അവർക്ക് തോന്നുക. എന്നാൽ ഇതിലെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയോടെ കർമ്മരംഗത്തിറങ്ങി അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം ജീവിതത്തിലെ ശരിയായ നേട്ടങ്ങളുടെ രഹസ്യം. അപ്പൊ ജീവിതത്തിൽ വിജയിച്ച് നമുക്കറിയാലോ, എത്രയോ വ്യക്തികള് അവരൊക്കെ എത്രയോ ആദർശ ധീരന്മാരുടെ ഓരോ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി അവരുടെയൊക്കെ ജീവിതം ആ പുള്ളിയുടെ സക്സസ് ആയി നമുക്കറിയാം ഓരോരുത്തരെ. അവരൊക്കെ ഈ ഒരു രീതിയിൽ നിസ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ സെൽഫിഷായിട്ട് വളരെ സ്വാർത്ഥമതിയായിട്ട് ജീവിച്ച് പണം കൂട്ടി ജീവിച്ചവരെ കുറിച്ച് ആരും അങ്ങനെ പറയത്തില്ല. എത്രയോ ജീവിതത്തിൽ വിജയം വരിച്ചവര്, ഭൗതിക സമ്പത്ത് കൂട്ടിയവരുടെ കാര്യമല്ലേ പറയുന്നത്. ഈ ഇത് നിസ്വാർത്ഥമായിട്ട് ജീവിച്ച് ജീവിത വിജയം വരിച്ചവരെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അവരൊക്കെ അപ്പൊ അവരുടെയൊക്കെ ആ സമർപ്പണ ബുദ്ധി, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിജയം എന്നുള്ള രീതി വരാം. അല്ലാതെ നമ്മള് ഏതും ഒരു ഫലത്തിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ അത് എന്റെ ഫലം മീൻസ് എനിക്ക് ന്യായമായിട്ട് എന്നുവെച്ചാൽ സ്വാർത്ഥം, അഹന്ത മമതയാണ് എനിക്ക് ഫലം വേണം എന്നുള്ളത്. അത് നമ്മൾ എല്ലാവർക്കും വേണ്ടി. അപ്പൊ അത് നമ്മൾ ആ സ്വാർത്ഥതയെ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്റെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ആ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പൊതുവിലുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ നീങ്ങത്തുള്ളൂ. ഇപ്പൊ എന്റെ മക്കള് ആ രീതി വിട്ട് അത് എന്റെ മക്കൾക്കും എന്റെ ഫാമിലിക്കും എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പോഴാണ് അത് മഹത്വരമാകുന്നത്. അല്ലാതെ നമുക്കറിയാമല്ലോ, എത്രയോ സ്വാർത്ഥമതിയായിട്ട് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അവർക്ക് ആ ഒരു മഹത്വം ഉണ്ടോ? പണം ഉണ്ടെന്നുള്ളതല്ലാതെ അവർക്ക് ആ മഹത്വം വരുന്നില്ല. മഹത്വം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരാളുടെ നിസ്വാർത്ഥമായിട്ടുള്ള മനസ്ഥിതിയാണ് നമ്മൾ മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ വളരെ സങ്കുചിതമായിട്ട് ഭയങ്കര ഒരു പണം സമ്പാദിച്ച് വളരെ ഒരു ധനികനെ കുറിച്ച് മഹാനാന്ന് പറയൂ, അയാൾ പണക്കാരനാന്ന് പറയായിരിക്കും. പക്ഷേ മഹത്വം എന്ന് പറയുന്നത് എപ്പോഴും ഈ നിസ്വാർത്ഥതയാണ് ആ ഒരു മഹത്വമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എത്രത്തോളം നിസ്വാർത്ഥമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടോ ആ മനുഷ്യന്റെ മഹത്വം കൂടും. അതൊരു സത്യമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ ഈ പറയുന്ന തത്വം നമ്മളൊന്നും പ്രവർത്തിക്കരുത്, ഫലത്തെ കാക്ഷിക്കാതെ ജോലി തോണം, പ്രതിഫലം ഒന്നും ഇച്ഛിക്കരുത്, നമ്മൾ ആ ഒരു ഡയറക്റ്റ് മീനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പോയി. നമുക്ക് ഈ പറയുന്നതിനൊക്കെ ഒരു കാര്യമില്ലെന്ന്, ഈ ഗീത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇതിനെ ശരിക്കും അതിന്റെ എന്താണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് ആ വാച്യാർത്ഥം എടുക്കാതെ കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കരുത് ആരും ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ തെറ്റാ. പക്ഷെ ഇതെന്താണ് പറഞ്ഞേക്കുന്നത്? അതിനിപ്പം ആദ്യത്തെ ഇതിൽ നമുക്കറിയാമല്ലോ, അർജുനൻ ഭീഷ്മരെ കൊല്ലുന്നത് ശരിയാണോ, ദ്രോണരെ കൊല്ലുന്നത് ശരിയാണോ, അവരെ കൊല്ലുന്നതിലും പറഞ്ഞ് ഭിക്ഷ എടുത്ത് കഴിക്കുന്ന ഇതൊക്കെ നമുക്കും ശരിയാന്ന് തോന്നും പറയുമ്പോഴേ. പക്ഷേ ധർമ്മത്തിന് വേണ്ടി ആ മുത്തശ്ശനോ ആ ഗുരുവോ വേദനിക്കുന്നില്ല കൊച്ചുമകനെ കൊല്ലുന്നതിന് വേണ്ടി. അവര് അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുക. അപ്പൊ ഈ കൊച്ചുമകൻ ധർമ്മത്തിന്റെ പക്ഷത്തിരുന്നുകൊണ്ട് അഹന്താമതയിലിരിക്കുക. അപ്പൊ നമ്മളെ ഇതിനെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യം. കൃഷ്ണൻ പറയുന്ന പാരമാർ സത്യമാണ്, മറ്റുള്ളതെല്ലാം ഒരു ഭ്രമമാണ്. നമ്മൾ ഈ അർജുനൻ പറയുന്നതായിട്ട് നമുക്ക് ശരിയും തോന്നുന്നു, ആദ്യം നമുക്ക് ശരിയും തോന്നും. അർജുനൻ പറഞ്ഞൊക്കെ ശരിയല്ലയോ, കൊന്നിട്ട് വേണോ ഇത്രയൊക്കെ ഹിംസ നടന്നു? പക്ഷെ ഒരു ധർമ്മമാണ് ഏറ്റവും മുഖ്യം. അല്ലാതെ ഞാനും എന്റെ അഹന്താ മമതയല്ല, എന്റെ വികാരങ്ങളല്ല ഇവിടെ മുഖ്യം. ധർമ്മം വെച്ചാൽ എന്നെ നിലനിർത്തുന്നത് എന്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരോ ഞാനുമായിട്ട് സമ്പത്തോ അല്ല, എന്നെ നിലനിർത്തുന്ന ഒരു പാരമാർത്ഥികമായിട്ട് ഒരു പരമാത്മ ജ്ഞാനമുണ്ട്, ഒരു പരമാത്മാവുണ്ട് എന്നെ നിലനിർത്തുന്നത്. ആ ശക്തിയിലാണ് ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത്. എന്റെ കടപ്പാട് അവരോടായിരിക്കണം ആദ്യമേ, ആ ശക്തിയോടായിരിക്കണം. അവരോട് മീൻസ് ആ ശക്തിയോടായിരിക്കണം. അതാ പരമാത്മ ചെയ്തിട്ടുകൊണ്ടുള്ള എന്റെ ധാർമ്മിക വാല്യൂസിനെ വെച്ചുകൊണ്ടും എന്റെ പ്രവൃത്തികൾ, അല്ലാതെ എന്റെ എന്നുള്ള കൺസെപ്റ്റിലായിരിക്കരുത്. ഇത് അപ്പം നമ്മള് ഇതിന്റെ ശരിക്കുള്ള അർത്ഥത്തിന് നമ്മള് ഇതിന്റെ എന്താണ് കൃഷ്ണൻ ഉദ്ദേശിച്ചുള്ള അതൊരു നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രചോദനമുണ്ട്, എല്ലാവർക്കും ഉണ്ടത്. പക്ഷെ അത് ഈ സ്വാർത്ഥത വരുമ്പോ ആ പ്രചോദനം അങ്ങ് മങ്ങിപ്പോകുന്നതാ. എല്ലാവർക്കും നല്ല രീതി വരണമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ എന്നിലുള്ള സ്വാർത്ഥത, വാസനയിലുള്ള സ്വാർത്ഥത ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മറ്റേ നല്ല ഒരു വശത്തിനെ അതിനെ ഓവർകം ചെയ്ത് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വാസന കാരണം എല്ലാവരിലും ഈ ഒരു നല്ല ഗുണങ്ങളും ഇതെല്ലാം ഉണ്ട്. പക്ഷെ വാസന കാരണം അതിനെല്ലാം മൂടിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ആന്തരമായ ദിവ്യപ്രചോദനത്തിന്റെ മാസ്മര ശക്തിയാൽ ആനന്ദ നിർവൃതിയാറിക്കൊണ്ട് കർമ്മനിരതനായി ജീവിക്കുക എന്നതാണ് കൃഷ്ണൻ നിഷ്കർഷിക്കുന്ന കർമ്മയോഗത്തിന്റെ മർമ്മമെന്ന് മുമ്പ് സൂചിക്കുകയുണ്ടായി.
പാവന ജീവിതകലയെ കർമ്മയോഗ രഹസ്യത്തെ തന്നെയാണ് ഇവിടെ ഉപദേശിച്ചത്. ഈ കർമ്മയോഗത്തിന്റെ രഹസ്യം വെച്ചാൽ കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഈ 2-3 ശ്ലോകങ്ങളായിട്ട് കൃഷ്ണൻ കൊണ്ടുവരുന്നത്. ഈ ഒരു ശ്ലോകം കർമ്മയോഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഫലത്തിൽ ആസക്തിയാണ് നമുക്കെല്ലാം. ഫലത്തിന് കർമ്മത്തിന് ഫലം വേണം, ആഗ്രഹ നിവൃത്തി വേണം. പക്ഷെ ആസക്തിയിലോട്ടാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ആസക്തി കൊണ്ടാണ് നമ്മുടെ ദുരിതങ്ങൾ. ആസക്തിയില്ല. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കർമ്മഫലം എന്ന് പറയുമ്പോഴേ ഈ സാലറി വാങ്ങി നമ്മളൊരു ഒരു ജോലി ചെയ്യുമ്പോഴുള്ള സാലറി അതൊരു കർമ്മഫലമല്ലേ ശരിക്കും പറഞ്ഞ? ചോദിക്കുക. എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ജോലി ചെയ്യുന്നത് നമുക്ക് ഒരു നമ്മളുടെ എല്ലാവരുടെയും തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുക, അതിന്റെ ശമ്പളം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തിട്ട് അതിനൊരു ജോലിക്കുള്ള കൂലി കൊടുക്കുക ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ കർമ്മഫലം എന്ന് പറയുമ്പോ അതും അതിനകത്ത് ഉൾപ്പെടുവോ? അതാ ഞാൻ ഈ പറഞ്ഞ ഒരു വലിയൊരു എക്സാമ്പിളാ. കാരണം എന്തോ അതായത് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഭൗതിക കർമ്മങ്ങളെ പറ്റിയല്ല എന്നല്ലേ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? ഭൗതിക കർമ്മങ്ങളെ കുറിച്ച് തന്നെ ഈ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതെ. അപ്പൊ ഞാൻ ചോദിച്ചത്, ജോലിക്ക് നമ്മുടെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ അതിനുള്ള ഫലം എന്നുള്ളതാണ് നമ്മുടെ ഭൗതിക തലത്തില്. നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ ജീവിക്കുന്നു വിചാരിക്കണം. അപ്പൊ എല്ലാരും വിചാരിക്കും അപ്പം സാലറി പോലും ഇച്ഛിക്കാതാണോ ജോലി ചെയ്യേണ്ടത് എന്നുള്ളൊരു അത് അതിനകത്ത് വരും. ഞാൻ പറയാം. ഈ ഒരു കാര്യത്തില് ഇന്നത്തെ ഒരു കണ്ടുവരുന്ന ഒരു നമ്മൾക്ക് ജോലിയില്ല, നമ്മൾ ജോലിയില്ലാതെ നിൽക്കുക. നമ്മളിങ്ങനെ പലയിടത്തും അപ്ലൈ ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ജോലി ആവശ്യമാണ്. നമ്മൾ നമുക്ക് അറിയാമല്ലോ, പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എത്രയോ നല്ല ജോലി കിട്ടണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് ജോലി, അപ്പം നമുക്കൊരു ജോലി കിട്ടണം എവിടെങ്കിലും. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര അതിനുവേണ്ടി നമ്മൾ യത്നിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്കൊരു ഓഫർ കിട്ടുന്നത്. അപ്പോ നമ്മൾ അവിടെ ഒരു ഓഫർ കിട്ടി. അപ്പം നമ്മൾ അവിടെ ചെല്ലുന്നു, ജോയിൻ ചെയ്യുന്നു. അപ്പൊ അവർ സാലറി വരെയും. നമ്മുടെ ആവശ്യം എന്തുവാ? എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം. അത് അല്ലാതെ കാരണം ജോലി കിട്ടാൻ വലിയ വലിയ ജോലിക്ക് നോക്കി എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാമെന്നുള്ള അവസ്ഥയിൽ വരും നമ്മൾ. അങ്ങനെ ഒരു ജോലി കിട്ടി. അവിടെ അവർ പറയുന്ന അവരുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കാണും. നമ്മൾ അതിനെല്ലാം എഗ്രി ചെയ്യും. ഓക്കെ സർ നമ്മൾ അതിന് ഓക്കെ, എല്ലാത്തിനും ഓക്കെ. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഈ മനോഭാവം മാറും. ഉടനെ അടുത്ത ന്യായം വരും. നമ്മൾ ആദ്യത്തെ ആയതങ്ങ് വിട്ടു, ജോലി കിട്ടിയാൽ മതി. ഇപ്പൊ ജോലി കിട്ടിയപ്പോഴേ ഈ ജോലിക്ക് ഇത്രയേ ഉള്ളോ ശമ്പളം, ഇതിനൊക്കെ ഇത് ശരിക്കും അന്യായമായി, ഇത്രയല്ല കിട്ടേണ്ടത്. എനിക്ക് കിട്ടേണ്ടത് ഇതിന്റെ 3 ഇരട്ടി കിട്ടേണ്ടതാ. 3-1 ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നത്. എന്തിനാ? അപ്പം എനിക്ക് ഈ ജോലിക്ക് എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ. ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇതിന് ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇത്രയൊക്കെ തരുന്നുള്ളൂ. അവർ ന്യായമായിട്ട് തരുന്നില്ല. അപ്പം അവര് അന്യായം കാണിക്കുന്നതിന് എനിക്ക് ഫലം തരുന്നില്ല. എനിക്ക് എന്റെ ഈ ജോലിക്കൊത്ത ഫലം എനിക്ക് തരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി, ഉള്ളതൊക്കെ ഇങ്ങനെയൊക്കെ മതി, ഞാൻ എൻ്റെ ജോലിയിൽ കോംപ്രമൈസ് ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും ഒരു കാര്യമുണ്ട്, ഒരു കർമ്മം ചെയ്യുന്നത് നമ്മൾ എപ്പോഴും അവിടുന്ന് ആ ഫലം ഇച്ഛിക്കുന്നത്. ഞാൻ എവിടാണ് ഇട്ടത് അവിടുന്ന് എനിക്ക് തിരിച്ചു കിട്ടണം. ഇത് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നമ്മുടെ മനോഗതിയായത്. പക്ഷെ ഏത് കർമ്മവും അവിടെ ആ കോംപ്രമൈസ് ചെയ്താൽ അവിടെ അതിനനുസരിച്ച് ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഓക്കെ ജോലി കിട്ടി, പക്ഷെ നമുക്ക് തന്നേക്കുള്ള ആ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള വർക്കിനെ നമ്മൾ ഹോൾ ഹാർട്ടഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യണം. അല്ലാതെ എനിക്ക് ഇത്രേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരുന്നാൽ ഞാൻ ആ വർക്കിൽ കോംപ്രമൈസ് ചെയ്യും. എന്റെ ഡ്യൂട്ടി എന്താ? എന്റെ കർമ്മമാണ്. ആ കർമ്മത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യരുത്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ശരി ഈ മാനേജ്മെന്റ് എനിക്ക് സാലറി തരുന്നില്ല, ശരിക്കും എന്നെ, പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് അടുത്ത ജോലിക്ക് ട്രൈ ചെയ്യണം. പക്ഷെ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനോ വേറെ ആർക്കും ദ്രോഹം ചെയ്യാത്ത പോലെ. കാരണം എനിക്ക് ഒരു ജോലി തന്നു വെക്കാം, അവരുടെ ഇത്, പക്ഷെ അവർ ഫലം തരുന്നില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, അവർ തന്നേക്കുന്നത്. പക്ഷെ എനിക്ക് ഇനിയും അടുത്തൊരു ജോലിക്ക് ഇതിനെക്കാട്ടി എഫർട്ട് എടുക്കുന്ന വേറൊരു ജോലിക്ക് ശ്രമിച്ച് പോകണം. അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതല്ല എൻ്റെ ഉചിതം. അപ്പം ഞാൻ അവിടുന്ന് ഫലം ഇച്ഛിക്കുക. ഞാൻ എൻ്റെ വർക്കിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള ഗുണം എന്തുവാ, ദോഷം എന്തുവാ? എനിക്കിത് എൻ്റെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുക. അത് ഞാൻ എൻ്റെ കർമ്മത്തിന് ഹോൾ ഹാർട്ടഡ് ആയിട്ടല്ല, എന്നുവെച്ചാൽ സമർപ്പണം ബുദ്ധി ചെയ്യുവല്ല. എനിക്ക് കിട്ടുന്ന പൈസ ഇക്വേറ്റ് ചെയ്ത് ഞാൻ ജോലി ചെയ്യുക.
അപ്പൊ നമുക്ക് എന്തോ ഒന്ന് സിൻസിയർ, നമ്മൾ എന്തോ നമ്മളെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. അപ്പം ഈ നമ്മളെ അപ്പോയിന്റ് ചെയ്ത ശക്തിയല്ല, നമ്മളെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിലോട്ടാണ് ഞാൻ ഈ ധാർമ്മിക വാല്യൂസിലല്ല ചെയ്യുന്നത് എന്റെ കർമ്മം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ധാർമ്മിക വാല്യൂ, വേറൊരാൾ അധർമ്മം ചെയ്തോ അത് നമുക്ക് പ്രശ്നമില്ല. ഞാൻ ധാർമ്മിക് വേയിലേ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ. എനിക്ക് നല്ല ബെറ്റർമെന്റിന് വേണ്ടി എനിക്ക് ശ്രമിച്ചു മാറാം. അത് അവരാരും പിടിച്ചു കെട്ടിയിട്ടില്ലല്ലോ. എനിക്ക് വേറെ ജോലിക്ക് പോകാം. എനിക്ക് എഫർട്ട് എടുത്ത് പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിലെല്ലാം ഡിപ്പെൻഡ് ഓൺ എന്റെ കാർമിക് എഫക്റ്റ് ഉണ്ട്, കർമ്മഫലമുണ്ട്. ഞാൻ കഴിഞ്ഞ ജന്മം എത്രയോ പേരെ ചീറ്റ് ചെയ്തും വളരെ വഞ്ചിച്ചും ഒക്കെ ഒരു ജോലി കരുത്തി ഇങ്ങനെ ഉണ്ട്. അതൊക്കെ എനിക്ക് റിവേഴ്സ് ആയിട്ട് വരും. പല ഓപ്പർച്യൂണിറ്റികളും എന്നും തട്ടിപ്പോവും. എനിക്ക് കിട്ടാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അവസാനം ലാസ്റ്റ് മൊമെന്റിൽ വേറൊരാൾ വന്ന ജോലി എടുത്തിട്ട് പോകുന്നത്. ഇതേ എഫക്ട് ഞാൻ കഴിഞ്ഞ ജന്മം കൊടുത്തതാ. അതുകൊണ്ട് ഞാൻ സിൻസിയറായിട്ട് നമുക്ക് കർമ്മം ചെയ്യാൻ നമുക്ക് ഹോൾ ഹാർട്ടഡ് നമ്മുടെ ഫ്രീഡം അവിടെ. വരുന്ന ഫലത്തിനെ നമ്മൾ ആസക്തി ആയിക്കൂടാ. നമ്മൾ അതിലാണ് ആസക്തി ആയിക്കൂടാ. വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. കർമ്മങ്ങള് 100% കോൺട്രിബ്യൂഷൻ, അതിലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആ ഫലത്തിൽ, ആ വർക്കിൽ മാത്രമാണ് ഞാൻ എന്റെ ഫ്യൂച്ചറിലോട്ട് ഇതെങ്ങനെ ആയിരിക്കും, ഞാൻ പ്രസന്റിൽ ഫുൾ കോൺട്രിബ്യൂഷൻ, ഇതാ ആവശ്യം. അല്ലാതെ ഈ സാലറിയായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്തു നിന്നല്ല. എന്റെ ഈ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, ഈ കുറഞ്ഞ സാലറി ഞാൻ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. സാലറി ആയിട്ട് പലരും പറയും, നീ എന്തിനാ ഈ സാലറി കിടന്ന് ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നേ, നീ ചുമ്മാ ഇരുന്നാ പോരെ. എത്രയോ അത് ഈ ജോലി ചെയ്യുന്നവരോടും ജോലി ചെയ്യാത്തവർക്ക് ഭയങ്കര ദേഷ്യമാണ്. സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്നവരോടും മറ്റവർക്ക് ദേഷ്യമാണ്. കാരണം അവർക്കും പ്രശ്നമാണ്. നമ്മൾ ഹോൾ ഹാർട്ടഡ് ആ സിൻസിയർ ആയിട്ട് എഫർട്ട് എടുത്തോ, ഇതിനൊരു ഫലം തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇത് ചുമ്മാതെ പോകത്തില്ല. നമ്മുടെ സിൻസിയർ എഫർട്ടിനെ there will be reward. അതൊരു സത്യം. പക്ഷെ ഈ പ്രസന്റ് സിറ്റുവേഷൻ ആയിരിക്കത്തില്ലെന്നേ ഉള്ളൂ. ഇതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇതാ കർമ്മയോഗത്തെ സിദ്ധാന്തം ഇതാ പറയുന്നത്. ഇത് എന്റെ അനുഭവത്തിൽ ഞാൻ എത്രയോ പേരെ കണ്ടേക്കുന്നു. എന്റെ തന്നെ അനുഭവം ഇതൊക്കെ തന്നെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനെ, ഈ കർമ്മത്തിനെ നമ്മൾ എവിടെ കർമ്മം ചെയ്യുന്നോ അവിടുന്ന് ഫലം കിട്ടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ സിൻസിയർ ആ ഒരു കോൺട്രിബ്യൂഷൻ, ധാർമ്മിക് വേയിലുള്ള നമ്മുടെ ഡെഡിക്കേഷൻ, അത് ചുമ്മാതെ വേസ്റ്റ് ആവത്തില്ല ഫ്യൂച്ചറിൽ. തീർച്ചയായിട്ടും ദാറ്റ് വിൽ ബി റിവാർഡഡ്. ഇപ്പൊ നീ പറഞ്ഞ ഒരു ആസ്പെക്ട് ഇന്നത്തെ ചിന്താഗതിയാണ്, നമ്മുടെ സാലറിയായിട്ട് ഇക്വേറ്റ് ചെയ്താണ് നമ്മുടെ വർക്ക് പോകുന്നത്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? മഞ്ജു കേൾക്കുന്നുണ്ടോ? മഞ്ജു കേൾക്കുന്നുണ്ടായിരുന്നോ? എല്ലാവർക്കും കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം കൊച്ചേ, കേൾക്കാം. ശരി ശരി. മഞ്ജു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ സമയമാവുന്നു, 9:40 ആവുന്നു. ഇത് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ അശ്വതി എന്താന്ന് പറഞ്ഞത്? അല്ല, ഞാൻ ചോദിച്ചത്, അതായത് ഭഗവാൻ പറയുന്നത് ഭൗതിക കർമ്മങ്ങളെ പറ്റിയാണോ എന്നുള്ള ഒരു ഡൗട്ടാണ് ചോദിച്ചത്. അതായത് എന്ത് കർമ്മം ചെയ്താലും അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ അതെ. ഏത് കർമ്മം, നമ്മുടെ ഡെയിലി ലൈഫിലെ കർമ്മങ്ങളെ കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത്. ഓരോരുത്തരുടെയും. നമ്മളെല്ലാരും അർജുനന്മാരാ. ഇപ്പൊ അർജുനൻ വന്നേക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയാ. അവിടെ തളർന്നിരിക്കുക. ഇതുപോലെ തന്നെ നമ്മളും ഓരോ ജോലി സ്ഥലത്തും നമ്മുടെ വീട്ടിലും നമ്മുടെ കർമ്മരംഗത്ത് നമ്മൾ തളർന്നിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആപ്ലിക്കബിളാ. ഇതിനെ ഉൾക്കൊള്ളാൻ സമയം എന്താ അറിയോ, നമ്മുടെ പ്രാക്ടിക്കൽ ഇതുവരെ വന്നിട്ടുള്ള നമ്മൾ ശീലിച്ചിട്ടുള്ളത് ഇതൊന്നും അല്ല. നമുക്ക് വേറെ പല ശീലങ്ങളുമാ. നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ പാടാ. അതുകൊണ്ടാണ് ഇതിനെ ഉൾക്കൊണ്ട് നമ്മൾ